വേറെ ലെവല് എനിക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന്. പേടിയാവോ? അല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. പേടിയാവോ? പേടിയാവോന്ന് ചോദിച്ചാൽ പേടി ഉണ്ട്, പക്ഷെ അവന്മാര് വേറെ ലെവലാണ്. ആണോ? ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഷാരോന്റെ ബർത്ത്ഡേ വീക്കായി. അപ്പോൾ എപ്പോഴത്തെയും പോലെയും ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ്. ഞാൻ ശരിക്കും ഷാരോന്റെ സ്കൈ ഡൈവിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. ഷാരോന് കുറേ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു സാധനമായിരുന്നു. ആൻഡ് ഷാരോന് പൈലറ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പം അതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പം പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും ഞാനിതാണ് ചെയ്യിക്കാൻ കൊണ്ടുവന്ന് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഷാരോന് അറിയില്ല, നമ്മളിതേ പോകുന്ന വഴിയാണ്. സ്കൈ ഡൈവ് ഒണ്ടാരിയോ കയൂഗയിലാണ് നമ്മൾ പോകുന്നത്. ടിം ഹോർട്ടൻസിന്റെ കോഫി കുടിക്കാൻ കയറിയേക്കാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് സാഗർ ഉണ്ട്. ആൾക്കറിയാം, അവളോട് രാവിലെ പറഞ്ഞു. അപ്പൊ എന്തായാലും കണ്ടിന്യൂ വാച്ചിങ്. എനിക്കറിയില്ല ഷാരോൺ എങ്ങനെ എത്രമാത്രം ഇഷ്ടപ്പെടില്ല ഒന്നും അറിയില്ല. ഞാനും കുറച്ച് ടെൻസ്ഡാണ്, ബിക്കോസ് ദിസ് ഇസ് സ്കൈ ഡൈവിങ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആൻഡ് കണ്ടിന്യൂ വാച്ചിങ്. ഷാരോണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ആള് സർപ്രൈസ്ഡ് എന്നതിനേക്കാൾ ഉപരി ഷോക്ക്ഡ് ആയിരുന്നു. കുറച്ച് ആൻസൈറ്റി ഉണ്ടായിരുന്നു, ബിക്കോസ് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല മെൻ്റലി. സ്കൈ ഡൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ മെൻ്റലിയൊക്കെ നമ്മൾ എടുക്കുമല്ലോ. പക്ഷേ ഷാരോൺ ഒരു അഡ്രിനാലിൻ ജങ്കിയാണ്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടാവുമോ എന്ന് അവിടെ ചെന്ന് വെരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, നമ്മൾ വരും എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരവിടെ ചെന്നതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പേയ്മെൻറ്റ്, ID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ വേവർ ഉണ്ട്, അതൊക്കെ സൈൻ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സ്ലോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുറേ ടൈം ഞങ്ങൾ ഇരുന്നങ്ങ് എൻജോയ് ചെയ്തു. ബിക്കോസ് നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്ലി ആൻഡ് കാം ആയിട്ടുള്ളൊരു സ്പേസ്, ഒരു ഫാം ലാൻഡ് ഒക്കെ പോലെ ഫീൽ ചെയ്യും. അവിടെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഗെയിംസ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളിരുന്ന് ബോറടിക്കാതിരിക്കാൻ. പിന്നെ കാഴ്ചകൾ കാണാൻ തന്നെ ഉണ്ട്. ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ റെഡി ആവുന്നു, അവർ കയറി നെക്സ്റ്റ് ജമ്പ് ചെയ്യാൻ പോകുന്നു. പിന്നെ ജമ്പ് ചെയ്യുന്നവർ ഏത് വഴിയാണ് വരുന്നത്, ഇതൊക്കെ നോക്കി ഇരുന്ന് ടൈം കളയുന്നതായിരുന്നു ഞങ്ങളുടെ പരിപാടി. പിന്നെ അവിടെ ഒരു ഹാമോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. വിചാരിച്ചിരുന്നു ഇതായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നോട് പറയാണ് ഞാൻ വിചാരിച്ച എന്താ പറഞ്ഞു, വണ്ടി ഓടിക്കുമോ അല്ല ഇതായിരുന്നു എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഒന്നില്ല സ്കൈ ഡൈവ്, ഞാൻ സ്കൈ ഡൈവ് ആണെന്ന് വിചാരിച്ചു. ശരിക്കും ഇല്ല വിചാരിച്ചിട്ട്. സർപ്രൈസ്. Are you excited? Tell your viewers. സർപ്രൈസ്. ചാടിട്ട് വന്നിട്ട് പറയാം തന്നെയാട്ടോ ഷാരോനാണ്, ഞാൻ ചാടുന്നില്ല. ഷാരോന്റെ ബർത്ത്ഡേക്ക് അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ സ്പോട്ട് എത്തി. ഷാരോൺ റെഡി ആവാനൊക്കെ തുടങ്ങി. ഷാരോൻ്റെ കൂടെ കുറച്ച് പേരോട് ഉണ്ടായിരുന്നു. ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടൊരു കുട്ടിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഓരോരുത്തർക്കും ഓരോ ആളുണ്ട് കൂടെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാൻഡം ജമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാരോൻ്റെ കൂടെ ജമ്പ് ചെയ്യാൻ പോകുന്ന ആളാണ് പോകുന്ന ആള് ഭയങ്കര കൂൾ ചില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഷാരോൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അവർ പിന്നെ ഗൈഡ് ചെയ്യും നമ്മളെങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. ഷാരോൺ പറഞ്ഞത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ തന്നെ വീഡിയോ പാക്കേജ് ഉണ്ട്. അപ്പോൾ പുള്ളി നൈസായിട്ട് ഷാരോണെ കൊണ്ട് പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ച് നല്ല കിടക്കാച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എല്ലാവരും, കാരണം ഒരു ഗ്രൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കണം, റെഡി ആവണം. അങ്ങനെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. What the
എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ഡൈവറല്ല, ഞാനും പുള്ളിയും കൂടെ, ഞാനും ആ പുള്ളിയും കൂടെ ആദ്യം ചാടി. കണ്ണീന്നൊക്കെ വെള്ളം വരുന്നത്. പിന്നെ 2000 അടിന്ന് കണ്ണും തുറന്നു വെച്ചു. 2000 13,000. അല്ല 2000 തൊട്ട് പുള്ളി ഇതെല്ലാം ഒരു വിട്ട്. സീരിയസ്ലി എങ്ങനെയുണ്ടായിരുന്നു? വേറെ ലെവല്, വേറെ ലെവല്. എനിക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന്. പേടിയാവോ? അല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. പേടിയാവോ? പേടിയാവോന്ന് ചോദിച്ചാൽ പേടി ഉണ്ട്, പക്ഷെ അവന്മാര് വേറെ ലെവലാണ്. ആണോ? വേറെ ലെവൽ ആൾക്കാരാണ് അവന്മാര്. വ്യൂ ഒക്കെ കാണാവോ? വ്യൂ ഉണ്ടോ താഴെ അടുപ്പോ? വ്യൂ അതേ ഉള്ളൂ. ഒരു 10,000 ഫീറ്റില് ഇങ്ങനെ കറക്കാൻ തുടങ്ങി ഞങ്ങള്. പുള്ളി തന്നെ കറക്കിയതാ. പുള്ളി കറക്കി രണ്ടുപേരും ഒരേ ഇതിൽ വന്ന് ഞങ്ങൾ ഹൈഫൈ കൊടുത്തു. പിന്നെ കുറച്ചൊരു താമസം പുള്ളി എനിക്ക് ഇത് ചെയ്യാൻ തന്നു, പാരച്യൂട്ട് പിടിക്കാൻ തന്നു. പിന്നെ പാരച്യൂട്ടില് സ്പൈറൽ അടിക്കത്തില്ല, അത് പുള്ളി ചെയ്യിപ്പിച്ച്. പുള്ളി വൻകിട് വരും. വൻകിട് പുള്ളി അല്ലേ? പ്രായല്ലേ? കൊള്ളാം. നൈസ് നൈസ്. വരൂ. കൊള്ളാം നൈസ്.